ഞാൻ കട തുടണ്ടേ? ആർക്കാ തുടണ്ടേ? എന്നാ പിന്നെ തൊടാന്നേ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോ ഓഫ് എക്സ്പോണൻഷ്യൽ ആണ്. ലോ ഓഫ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ a raised to m by a raised to n equal to a raised to m minus n. ഇനി ഇങ്ങോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഈ a raised to m minus n അല്ലേ ഇവിടെ വന്നിട്ടുള്ളത് 4 raised to n minus 2 എന്ന് പറഞ്ഞിട്ട്. ഇനി അതിലേക്ക് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്താൽ മതി, ആൻസറായി. എന്ന് വെച്ചാൽ ഈ a raised to m minus n equal to a raised to m by a raised to n ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോ ഓഫ് എക്സ്പോണൻഷ്യലിന്റെ ഇക്വേഷൻ. ഇനി ഈ സംഭവത്തിന് ഇതിനെ ഡയറക്റ്റ് ഇതിലേക്ക് എടുത്ത് എഴുതുക 4 raised to n minus 2. ഇതിനി ഇതേപോലെ മാറ്റി എഴുതിയാൽ മതി. അതായത് a raised to എയുടെ അവിടെ 4 വരും, എമ്മിൻ്റെ അവിടെ എന്താ വരുന്നത് n എന്ന് വരും, by വരും, പിന്നെ പിന്നെയും 4 വരും, പിന്നെ a raised to n അവിടെ ഇവിടെ 2 ആണുള്ളത്, അപ്പോൾ 2 വരും. ഇനി ഇവിടേക്ക് നോക്കുക, ഡയറക്റ്റ് നോക്കുക. ഇവിടെ എന്താ വരുന്നത്? ഇതാ ഇയാളല്ലേ ഇത്. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നിട്ടാൽ മതി. എന്ന് വെച്ചാൽ 4 raised to n minus 2 equal to 4 raised to n എന്താ 4096 ബൈ ഈ 4 സ്ക്വയറിന് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? 4 into 4 എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് വെട്ടിക്കളയൽ, കാരണം വെട്ടാനാണ് ഇഷ്ടം. അപ്പോൾ 4 into 4 into 256 ആണ് 4096. അത് ബൈ 4 into 4 ഇവിടെ നമുക്ക് ഈസി ആയിട്ട് വെട്ടിക്കൂടെ? അത് വെട്ടി. അപ്പോൾ 256 ആൻസർ കിട്ടി. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഒന്നുമില്ല ലോ ഓഫ് എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഇക്വേഷൻ. അതിൽ എ എന്ന് പറയുന്നത് റൂട്ട് നമ്പർ അല്ലെങ്കിൽ ബേസ് എന്നാണ് അതിന് പറയുക. ഇതിൽ ഈ റൈസ് ടു എമ്മും റൈസ് ടു എന്നും ഈ എം മൈനസ് എന്നിനൊക്കെ എന്താ പറയുക? നമ്മൾ പവർ എന്നാണ് പറയുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു ആൻസർ.